സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ പാലക്കാട് നടന്നൊരു സമ്മേളനത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തു. 2 മന്ത്രിമാരും പങ്കെടുത്തു, ശിവൻകുട്ടിയും രാജേഷും. ഇവരൊക്കെ ഇതിൽ നിന്ന് നമ്മുടെ പാലക്കാട്ടെ കൗൺസിലറാണ്, അവിടുത്തെ നഗരസഭാ ചെയർമാൻ്റെ എന്നുവെച്ചാൽ മിനി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ കൃഷ്ണകുമാറായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് മത്സരിച്ച് തോറ്റത്. ആ ഭാര്യ അവിടെ പങ്കെടുത്തിട്ട് അവരെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി. അവർ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല, അവരെ ആരും ശ്രദ്ധിച്ചില്ല. അത് കാരണമായിരിക്കും അവർ ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം പിന്നെ അവർ പറഞ്ഞത്, ഈ പത്രക്കാരൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്ത കാരണമാണ് ഞാൻ അവിടുത്തെ പങ്കെടുക്കാതെ പിരിഞ്ഞു പോയെന്നൊക്കെ ചോദിച്ചിട്ട് അവരാരും പറയാതെ പോയി. അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ പേരിൽ അവരുടെ കുടുംബത്തിൽ തന്നെ ഈ പെൺവിഷയത്തിൽ എത്രയോ പ്രശ്നങ്ങളൊക്കെ കേസ് വരെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറച്ചിലേ ഉള്ളൂ, ഒരാളും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഈ മിനി അവിടുന്ന് ഇറങ്ങിപ്പോയി. അത് പോട്ടെ. അപ്പോൾ ഇവരൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യമായി. ഇന്ന് ശിവൻകുട്ടിയും രാജേഷും ഒക്കെ പങ്കെടുത്ത് രാഹുൽ മാങ്കൂട്ടം വളരെ ആഹ്ലാദവാദനായിട്ട് അവിടെ ഇരിക്കുന്നത്. അവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം തെറ്റ് ചെയ്തിട്ടില്ലാത്തവനെ എവിടെയും തലകുലിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് മിനി പോയത് പോട്ടെ, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, ഇന്നൊരു പുതിയ ഇപ്പോൾ ഒരു ന്യൂസ് കേട്ടു. നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കണ്ടു. ഞാൻ എനിക്ക് ഇത് ഏൽപ്പിക്കുകയാണെങ്കിൽ, ആ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ഞാൻ ചെയ്യുകയും ചെയ്യും. അല്ലാതെ എനിക്കിത് പറ്റത്തില്ലെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇരുത്തേണ്ടത്. അല്ലാതെ കണ്ട വാസുവിനെയും കണ്ട ഇപ്പോഴത്തെ അയാളുടെ പേര് അങ്ങനെയുള്ളവരെയൊക്കെ ഇരുത്തേണ്ട. ഇതിനെ അയ്യപ്പനോട് സ്നേഹമുള്ളവർ, ഇദ്ദേഹത്തോട് നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. വളരെ നല്ല, കേരളത്തിലെ ആൾക്കാർക്കെല്ലാം അറിയാവുന്ന നല്ലൊരു ആളാണ് ശ്രീ ജയകുമാറിനെ തീർച്ചയായിട്ടും ആ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ശുദ്ധീകരണം കട്ടതൊക്കെ പോട്ടെ, ഇനിയെങ്കിലും കക്കാതെങ്കിലും അദ്ദേഹം സൂക്ഷിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.